ഞാനെപ്പോഴും ചെയ്യുമ്പം ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഓൺ ആക്കാറുള്ളത്. പക്ഷേ നമ്മൾ 20-30 ദിവസത്തേക്ക് വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് ഇടരുത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ RPM മീറ്ററിൽ ശ്രദ്ധിച്ചറിയാം, എപ്പോഴും RPM മീറ്റർ കുറച്ച് മുകളിലേക്ക് കയറിയിരിക്കും. ചില പക്ഷികൾ കഷ്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ തുരുമ്പും പിന്നെ ആ കളറൊന്നും ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഓൺ ആക്കി ഇടുന്ന കാര്യത്തിൽ പെട്രോൾ പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ടാവും. എല്ലാം എലിയൊക്കെ കറണ്ട് പോയിട്ടുണ്ടെന്ന്, എലി കടിച്ചു മുറിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. Gang90s പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും വാഹനങ്ങൾ കാർ പോർച്ചിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തണലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ 3-4 ദിവസം കൂടുമ്പോൾ കാറിൽ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ കാറിൽ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഈ 3-4 ദിവസം കൂടുമ്പോൾ ചെയ്യുന്നത്, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കൂളൻ്റിൻ്റെ ലെവലും എഞ്ചിൻ ഓയിലിൻ്റെ ലെവലും പിന്നെ ഈ കുറേ നാളിട്ട് കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററിയിൽ ക്ലാവ് പിടിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാറ്ററി ക്ലാവ് പിടിച്ചിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി ഓൺ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെ എല്ലാ സാധനങ്ങളും ക്ലിയർ ആണോ എന്ന് നോക്കാം. ഇതൊരു 3-4 ദിവസം ഇടുന്ന വണ്ടിക്ക് ഇത് ചെയ്യണമെന്നൊന്നും ഇന്ന് അത്യാവശ്യമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സെക്കൻഡറി ആയിട്ടൊരു വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടിയിലായിരിക്കും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഈ വണ്ടി 10-20-30 ദിവസത്തേക്കൊക്കെ ഇതുപോലെ തന്നെ കിടക്കും. അപ്പോൾ വീട്ടിലാരും ഓണാക്കാനില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പം ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഓണാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു 3-4 ദിവസം ഇടുന്നവർക്ക് വേണ്ടിയല്ല, 2 കൂടെ അറ്റാച്ച് ചെയ്ത് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വണ്ടിയുടെ. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കണ്ടോ, സെഡിമെൻറ്റ്സ് ഒന്നും ഇല്ല, ഇതിപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയ ശേഷം അടുത്തത് നമ്മൾ കൂളൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കൂളൻ്റ് ലെവലും ഇപ്പോൾ അതിനകത്ത് ഇവിടെ മാക്സ് ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിൽ തന്നെയാണ് കൂളൻ്റ് ലെവലും കിടക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ആണെങ്കിൽ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ബ്രേക്ക് ഫ്ലൂയിഡും ആവശ്യത്തിൽ അധികം തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരേണ്ടത് ഈ ബാറ്ററിയുടെ ഇതിലോട്ടാണ്. ഇപ്പോൾ ബാറ്ററിയിൽ ക്ലാവ് ഒന്നും പിടിച്ചിട്ടില്ല, ഈ ഓപ്ഷനിൽ ക്ലാവ് ഒന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഒരിടത്തും ക്ലാവ് വന്നിട്ടില്ല. അപ്പം ബാറ്ററി ഓക്കെ ആണെന്ന് വിചാരിക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എന്നാണെങ്കിലും ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ചെറിയ 1-2 ദിവസത്തെ പാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു 3-4-5 ദിവസം 10 ദിവസം വരെയുള്ള പാർക്കിംഗ് ആണെങ്കിൽ പോലും ഹാൻഡ് ബ്രേക്ക് നമ്മൾ എൻഗേജ് ചെയ്തിട്ടാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 20-30 ദിവസത്തേക്ക് വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് ഇടരുത്. കാരണം ഈ ഹാൻഡ് ബ്രേക്ക് കണക്ട് ചെയ്യുന്ന ബ്രേക്ക് പാഡ്സ് ഇല്ലേ, അത് കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ കടിച്ച് തന്നെ ഇരിക്കാൻ ചാൻസ് വരും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ബ്രേക്ക് പാഡ് അങ്ങനെ കടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ബ്രേക്ക് പാഡ് റിലീസ് ചെയ്യാൻ പാട് വരും. പിന്നെ നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് അത് റിലീസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഒരു 30 ദിവസത്തിൽ അല്ലെങ്കിൽ 20 ദിവസത്തിൽ കൂടുതലുള്ള വണ്ടികളാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടാതെ അതിന് പകരം ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഇൻ കേസ് നമ്മളൊരു സ്ലോപ്പിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കട്ടയോ കല്ലോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോവുക. ഏതെങ്കിലും ടയർ ലോക്ക് ചെയ്ത് ഒരു കല്ലോ കട്ടയോ വെച്ച് ലോക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ദിവസങ്ങളോളം ഇട്ടതിന് ശേഷമല്ല, നമ്മളെപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാലും നമ്മൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പം ഒരു ബീപ്പ് ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അത് ഫ്യൂവൽ പമ്പ് മോട്ടറിൻ്റെയാണ്. ആ ഫ്യൂവൽ പമ്പ് മോട്ടറിൻ്റെ ശേഷമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എപ്പോഴും റിവേഴ്സ് ഇതിൽ ന്യൂട്രൽ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ RPM മീറ്ററിൽ ശ്രദ്ധിച്ചറിയാം, എപ്പോഴും RPM മീറ്റർ കുറച്ച് മുകളിലേക്ക് കയറിയിരിക്കും. ഇപ്പോൾ എൻ്റെ വണ്ടിയിലെ 1100 പൊസിഷനിലാണ് ഇപ്പോൾ RPM മീറ്റർ നിൽക്കുന്നത്. അത് ഒരു 1 എന്നുള്ള പൊസിഷനിൽ വന്ന വരെ വണ്ടിയെ നമ്മൾ ഇട്ടേക്കുക. അപ്പോൾ അതിനൊരു 30 സെക്കൻഡ് എടുക്കുമായിരിക്കും. ആ സമയം കൊണ്ട് നമ്മൾ പുറത്ത് പോയി വണ്ടിയുടെ ടയറിൻ്റെ പ്രഷറും ടയറും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് വരിക. അപ്പോൾ നമ്മൾ അതിന് ശേഷം, അതായത് വണ്ടി ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ പവർ വിൻഡോസ് ഒന്ന് താത്തിയിടണം. കാരണം അകത്തുള്ള കുറച്ച് ഗ്യാസുകളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി പവർ വിൻഡോസ് രണ്ടും താത്തിയിടുക. അതിനുശേഷം നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ടയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതിപ്പോൾ ഇതിനകത്തിപ്പോൾ എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. അത്യാവശ്യം കാറ്റുണ്ട് ടയർ 4 വേറെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ RPM മീറ്റർ നോക്കിയാൽ മനസ്സിലാവും. 1000 RPM താഴെയാണ് ഇപ്പോൾ നമ്മുടെ RPM മീറ്റർ കിടക്കുന്നത്. അപ്പോൾ വണ്ടി ഐഡിയലിൽ കിടന്ന് വണ്ടി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ 1000 RPM മീറ്ററിൽ താഴോട്ട് വരും. അപ്പോൾ നമുക്ക് വണ്ടി മൂവ് ചെയ്യാനുള്ള ഒരു പൊസിഷനിലോട്ടായിരിക്കും വന്നത്. പിന്നെ നമ്മൾ വണ്ടി എപ്പോഴും നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇടുന്ന ടൈമിൽ നമ്മളെപ്പോഴും വണ്ടിയുടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അതായത് AC ഔട്ടിൽ നിന്ന് എടുക്കുന്ന ഓപ്ഷൻ, ഈ ഓപ്ഷൻ ഈ ഉള്ളിൽ നിന്നുള്ളതാക്കിയിട്ട് വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ. കാരണം ഇതിനൊരു ഫ്രണ്ടിൽ ഒരു ഡക്റ്റ് ഉണ്ട്, ആ ഡക്റ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വണ്ടിയിൽ ആദ്യം കയറി കഴിഞ്ഞ് AC ഓണാക്കണതിൻ്റെ മുന്നേ നമ്മൾ ഔട്ട് സൈഡിൽ നിന്നുള്ള എയർ എടുക്കുന്ന പോലെ ആക്കിയിട്ട് വേണം AC ഒന്ന് ഓണാക്കാൻ. പിന്നെ AC ഓണാക്കണ കാര്യം, AC ഓണാക്കുക, ഒരു 3 മിനിറ്റെങ്കിലും ACയുടെ കംപ്രസർ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. പിന്നെ ഓണാക്കിയിടുന്ന കാര്യത്തിൽ പെട്രോൾ പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട, ഒരു 3 മിനിറ്റെങ്കിലും വണ്ടി നമ്മൾ മിനിമം ഓണാക്കിയിടണം. ഒരു 3-4 മിനിറ്റ് ഓണാക്കിയിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഫ്ലൂയിഡ്സ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. മാത്രമല്ല നമ്മൾ വണ്ടി ഒരു 3-4-5 ദിവസത്തോട്ട് ഇടുമ്പോൾ നമ്മുടെ ഓയിലിലെ സെഡിമെന്റ്സ് ഒക്കെ താഴെ പോയി അടിഞ്ഞു കിടക്കുമായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റി കാരണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓണാക്കി കഴിഞ്ഞിട്ട് വേണം വണ്ടി റിവ് ചെയ്യാൻ. ഒരിക്കലും വണ്ടി നമ്മൾ ഓണാക്കി കഴിഞ്ഞ് നേരെ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ RPM ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കരുത്. വണ്ടിനെ ഐഡിയലായിട്ട് ഇട്ടേക്കുക. അപ്പോൾ പതുക്കെ ഓയിലൊക്കെ മുകളിലോട്ട് വന്ന് എഞ്ചിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റിവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വണ്ടി കുറച്ചെങ്കിലും ഒന്ന് ഓടിക്കാനോ അനക്കാനോ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുക. വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടെങ്കിലും ആക്കുക. കാരണം ഈ ടയർ നമ്മളൊരു പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ 10, 20, 30 ദിവസം ടയർ ഒരു പൊസിഷൻ തന്നെ ടയർ ബൾജ് ആവാനും അവിടുന്ന് ടയർ വിണ്ട് കയറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി മാക്സിമം ഒന്ന് അനക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒരു രക്ഷയിൽ അനക്കാനെങ്കിൽ വണ്ടി ഒരു 5 മിനിറ്റിൽ ഓണാക്കി ഇടുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിലും ഇപ്പോൾ പ്രൈവറ്റ് റോഡൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അപ്പോൾ AC ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പം ഔട്ട് സൈഡിൽ നിന്നുള്ള എയറാണ് ACക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കംപ്രസറൊക്കെ ഒന്ന് സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻസൈഡിൽ നിന്നുള്ള എയർ ആക്കാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പവർ വിൻഡോസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. 4 പവർ വിൻഡോസ് ഒന്ന് താഴോട്ടാക്കിയിട്ട് ഇപ്പോൾ അകത്തുള്ള കുറച്ച് എന്തെങ്കിലും എയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പവർ വിൻഡോ ഇത് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ എപ്പോഴും നമ്മൾ തീരെ എംപ്റ്റി ആക്കിയിട്ടരുത്. കുറച്ച് ഫ്യൂവൽ എപ്പോഴും അടിച്ചിടുക. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ഫ്യൂവൽ പമ്പ് താഴെ പോയി മുട്ടിക്കിടന്ന് തുരുമ്പിച്ചും കാര്യങ്ങളും വെച്ചിട്ട് ഫ്യൂവൽ പമ്പ് കേടായിപ്പോൾ. അതുകൊണ്ട് നമ്മളൊരു മിനിമം ഫ്യൂവൽ ഒരു 500 രൂപയ്ക്കെങ്കിലും ഫ്യൂവൽ അടിച്ചിട്ട് വേണം വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിടാൻ. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ ലിഡില്ലേ, അപ്പോൾ ചില പമ്പിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ലിഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരിക്കലും അത് അങ്ങനെ ക്ലോസ് ചെയ്യാതിരിക്കുന്നത്. നമ്മളപ്പോൾ വണ്ടി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് വാക്കുമായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം വണ്ടി പോകാനായിട്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഓണാക്കുക. ലൈറ്റ്സ് ഒന്ന് ഓണാക്കി ഡിമ്മും ബ്രൈറ്റൊക്കെ അടിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ പല ആൾക്കാരും പറയണത് കേട്ടിട്ടുണ്ട്, അവരുടെ വണ്ടിയുടെ സെൻസറും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം എലിയൊക്കെ കറണ്ട് പോയിട്ടുണ്ടെന്നോ എലി കടിച്ചു മുറിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്. പൂച്ചകളുണ്ട്, എലി വരാത്തതായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് ആരോടും പൂച്ചനെ വളർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ എലി വരാതിരിക്കാൻ വേണ്ടി നെറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവം അടിച്ചിടുക. പിന്നെ ഈ ഫോർഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ പാർട്സ് ഒക്കെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫോർഡ് വണ്ടിയിൽ അങ്ങനെ എലി കയറുക എന്നും പൂച്ചക്കുഞ്ഞ് കയറുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അങ്ങനെ കയറി കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ള കറക്റ്റ് ടെക്നിക്കൽ റീസൺ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫോർഡിൻ്റെ വണ്ടിയിൽ അങ്ങനെ കയറി കണ്ടിട്ടില്ല. ഗ്യാപ്സ് കുറവ്, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കും എഞ്ചിൻ പാർട്സ് എല്ലാം. അതാണ് എനിക്കൊരു റീസൺ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുക. പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കുക. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് റോഡായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് തിരിച്ചു കൊണ്ടിടാൻ വേണ്ടി വണ്ടി എടുത്ത് ഞാൻ ഹൈവേയിലോട്ടൊന്നും വണ്ടി ഇറക്കുന്നില്ല. അപ്പോൾ ഈ റോഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് തിരിച്ചു കൊണ്ടിടാനുള്ള പ്ലാനേ ഉള്ളൂ എനിക്കിപ്പോൾ. ഇപ്പോൾ ഈ വണ്ടി ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ വണ്ടിക്ക് വേറെ ട്രബിളുകളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലൂയിഡ്സൊക്കെ ഏകദേശം നല്ല മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ബാക്കി AC കംപ്രസർ കാര്യങ്ങളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഇനി കാർ കുറച്ച് കയറ്റി ഇടാൻ പോവാം.
പിന്നെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം കാർ പോർച്ചിൽ അല്ലെങ്കിൽ കവേർഡ് ഏരിയ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും മരത്തിൻ്റെ ഒക്കെ ചോട്ടി കൊണ്ടിട്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷികൾ കാഷ്ടിക്കുകയും പിന്നെ അതിൻ്റെ ഇലകൾ വന്ന് വീഴുകയൊക്കെ ചെയ്യും. അത് ഇരുന്നിട്ട് ഈ ചില പക്ഷികളെ കാഷ്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ തുരുമ്പും പിന്നെ ആ കളറൊന്നും ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ലൈക്സ് ഉണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് ഇടുക. ലോക്ക്ഡൗൺ കാര്യങ്ങളെല്ലാം പ്രോട്ടോകോൾ എല്ലാം ചെയ്ത് തന്നെ നമ്മൾ മാക്സിമം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ദിസ് ഈസ് ആശംസ് മാത്യു സൈനിങ് ഔട്ട് ഫ്രം Gang90s. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് ആ ലിങ്ക് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു.